സാർ, ഇപ്പോൾ തുർക്കിക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഇന്ത്യയിൽ എവിടെ നിന്ന് ഉയരുന്നത്. അപ്പോൾ ഈ തുർക്കി മാത്രമല്ല, അവർക്കൊപ്പം അസർബൈജാനും ഉണ്ട്. പക്ഷേ ആരുടെയും ശ്രദ്ധയിൽ അത് പെടുന്നില്ല. കാരണം അസർബൈജാനിലേക്കും ഇവിടുന്ന് നിരവധി ടൂറിസ്റ്റുകൾ പോകുന്നുണ്ട്. ശരിക്കും അവർക്കും ഇതിനകത്ത് പങ്കാളിത്തം ഉണ്ടോ? അതായത് ബോയ്ക്കോട്ട് അസർബൈജാൻ എന്നൊരു ശബ്ദവും പതുക്കെ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. കാരണം തുർക്കിയുടെ മച്ചമ്പിയാണല്ലോ അസർബൈജാൻ. ഈ അസർബൈജാനും ഇന്ത്യയും തമ്മിൽ കച്ചവട ബന്ധങ്ങളും കുറച്ചധികം ഉണ്ട്. അപ്പോൾ അവിടെ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ നമ്മൾ ഇങ്ങോട്ട് വാങ്ങിക്കേണ്ടെന്നോ അങ്ങോട്ട് അയക്കേണ്ടെന്നോ ഒക്കെയുള്ള ആവശ്യങ്ങൾ ഇപ്പോൾ ഉയരുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യയുടെ 7ാമത്തെ കച്ചവട പങ്കാളിയാണ് അസർബൈജാൻ. 7ാമത്തെ വലിയ കച്ചവട പങ്കാളി അസർബൈജാൻ. നമ്മൾ വാങ്ങുന്ന ക്രൂഡ് ഓയിലിൻ്റെ 3ാമത്തെ പ്രധാനപ്പെട്ട കേന്ദ്രവുമാണ് അസർബൈജാൻ. അപ്പോൾ അസർബൈജാനുമായിട്ട് കാര്യമായിട്ടുള്ള കച്ചവട ബന്ധങ്ങൾ നമുക്കുണ്ട്. അവിടെ നിന്നുള്ള ടൂറിസ്റ്റുകൾ നമുക്കിവിടെ വരുന്ന രാജ്യാന്തര ടൂറിസ്റ്റുകളിൽ ഏതാണ്ടൊക്കെ 1ാം സ്ഥാനത്താണെന്നും പറയപ്പെടുന്നുണ്ട്. അപ്പോൾ പല മേഖലകളിൽ അസർബൈജാൻ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട രാജ്യമാണ്. എന്ന് പറഞ്ഞാൽ ശതമാനക്കണക്കൊക്കെ നോക്കുമ്പോൾ ഒരുപാടൊന്നും വരില്ല. അപ്പോൾ അതുകൊണ്ട് പാകിസ്ഥാൻ ആണ് ഈ അസർബൈജാൻ 1991-92 ഉണ്ടാകുന്നുണ്ടല്ലോ. ഈ സോവിയറ്റ് യൂണിയനെ ഗോർബച്ചേവ് പെരിസ്ട്രോയിക്ക എന്നൊക്കെ പറഞ്ഞിട്ട് പിരിച്ചുവിട്ടല്ലോ. അങ്ങനെ പിരിച്ചുവിടുമ്പോൾ അസർബൈജാനെ ആദ്യം അംഗീകരിക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് പാകിസ്ഥാൻ. അതാണ് അവരുമായിട്ടുള്ള ബന്ധം അടയും ചക്കരയൊക്കെ ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് അവിടെ ഒരു നയതന്ത്ര സംവിധാനം അല്ലേ, സ്ഥാനപതി കാര്യാലയം തുടങ്ങിയ സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കുന്നതും പാകിസ്ഥാനാണ്. അപ്പോൾ കഴിഞ്ഞ 5 വർഷം കൊണ്ട് പാകിസ്ഥാനും അസർബൈജാനുമായിട്ടുള്ള ബന്ധം അഗാധമായിട്ടുണ്ട്, ദൃഢമായിട്ടുണ്ട്. 2020 നഗാർണോ കാരബാക്ക് യുദ്ധം, നഗാർണോ കാരബാക്ക് പിടിച്ചടക്കാനുള്ള അസർബൈജാൻ്റെ യുദ്ധത്തിൽ പാകിസ്ഥാൻ്റെ പിന്തുണ അതിഗംഭീരമായിരുന്നു. എന്ന് പറഞ്ഞാൽ ആയുധങ്ങൾ പോലും കൊടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ വലിയ ശക്തിയായിരുന്നു പാകിസ്ഥാൻ എന്ന് അസർബൈജാൻ പറഞ്ഞിട്ടുണ്ട്. ആ ശക്തി എന്ന് പറയുന്നത് കൊട്ടേഷൻ മാർക്കിലൊക്കെ രേഖപ്പെടുത്തേണ്ടതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയുധങ്ങൾ പോലും കൊടുത്ത് അസർബൈജാനെ സഹായിച്ചിട്ടുണ്ട്. ഏതിനെതിരെ? അർമീനിയക്കെതിരെ. നമ്മൾ അർമീനിയക്കാണ് ആയുധങ്ങൾ കൊടുക്കുന്നത്, ഇന്ത്യ. അപ്പൊ അർമീനിയെ സഹായിക്കുന്ന അർമീനിയക്കെതിരെ അസർബൈജാനെ സഹായിക്കുന്ന 2 രാജ്യങ്ങളാണ് തുർക്കിയും പാകിസ്ഥാനും. അപ്പോൾ അങ്ങനെ അസർബൈജാൻ, തുർക്കി, പാകിസ്ഥാൻ ഇങ്ങനെ ഒരു കൂട്ടുകെട്ടുണ്ട്. അവർ തമ്മിൽ ഉച്ചകോടിയും ഒക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അസർബൈജാൻ്റെ പ്രസിഡന്റ് ഇൽഹാം അലിയേവ് പറഞ്ഞു, ഞങ്ങൾക്ക് കൂടുതൽ ശക്തി പകർന്നത് പാകിസ്ഥാനാണെന്ന്. കൂടുതൽ ശക്തി എന്ന് പറഞ്ഞാൽ നയതന്ത്രത്തിൽ വേറെ അർത്ഥമുണ്ടല്ലോ. അതാണ് ആയുധങ്ങൾ തന്നിട്ടുണ്ട് എന്നുള്ള അർത്ഥമാണ് വരുന്നത്. അപ്പോൾ അർമീനിയക്കെതിരെ 2020 അർമീനിയക്കെതിരെ ജയിച്ചു. നഗാർണോ കാരബാക്ക് യുദ്ധത്തിൽ അസർബൈജാൻ ജയിച്ചു. അതിൻ്റെ ഒരു കാരണം പാകിസ്ഥാനാണ് എന്നാണ് പറയുന്നത്. 30 വർഷമായിട്ടും അർമീനിയയെ പാകിസ്ഥാൻ അംഗീകരിച്ചിട്ടില്ല ഒരു രാജ്യമായിട്ട്. ഈ 1915 അർമീനിയക്കാരെ വംശഹത്യ നടത്തിയിട്ടുണ്ടല്ലോ തുർക്കി. അങ്ങനെ ഒരു ചരിത്രം കിടപ്പുണ്ട് 1ാം ലോകയുദ്ധകാലത്ത്. അപ്പോൾ കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ട്രേഡേഴ്സ്, ഇന്ത്യൻ കച്ചവടക്കാരുടെ കോൺഫെഡറേഷൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഇത് ബോയ്ക്കോട്ട് അസർബൈജാൻ എന്ന് പറഞ്ഞ ആവശ്യം ഉയർത്തി. കശ്മീർ പ്രശ്നം അസർബൈജാൻ ഉയർത്താറുണ്ട് തുർക്കിയെ പോലെ തന്നെ. ഈ കഴിഞ്ഞ ജൂലൈയിൽ അസർബൈജാൻ പ്രസിഡന്റ് അലിയേവ് പാകിസ്ഥാനിലെത്തി. കഴിഞ്ഞ കൊല്ലം ജൂലൈയിൽ 7 വർഷത്തിൻ്റെ ഇടയ്ക്ക് 2 തവണ പാകിസ്ഥാനിൽ അലിയേവ് വന്നിരുന്നു. അസർബൈജാൻ താരതമ്യേന കുറച്ചുകൂടി ചെറിയ രാജ്യമാണല്ലോ. അപ്പോൾ അസർബൈജാൻ്റെ വിദേശകാര്യമന്ത്രി ജേഹൺ ബേറാമോ അയാളും വന്നിരുന്നു പാകിസ്ഥാനിൽ മെയ്യിൽ. ജൂലൈയിൽ അലിയേവ് പ്രസിഡന്റ് തന്നെ വന്നു. അങ്ങനെ ഈ
OIC മീറ്റിങ്ങുകളുണ്ടല്ലോ, ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസ്, അതിലൊക്കെ അസർബൈജാൻ ഈ ഇന്ത്യക്കെതിരെ സംസാരിക്കും, കശ്മീർ പ്രശ്നമൊക്കെ ഉയർത്താറുണ്ട് അസർബൈജാൻ. പാകിസ്ഥാൻ പറഞ്ഞിട്ടായിരിക്കുമല്ലോ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2024-25 ഏപ്രിൽ മുതൽ ഫെബ്രുവരി വരെ ഉള്ള കാലത്ത് $86.07 മില്യൺ കച്ചവടം അസർബൈജാനുമായിട്ട് നമ്മൾ നടത്തി. 736 കോടി രൂപ. അത് ഇന്ത്യയുടെ മൊത്തം കയറ്റുമതിയുടെ 0.02% വരുള്ളൂ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ വേണ്ടാന്ന് വെക്കാവുന്നതാണ് അല്ലേ നമ്മുടെ കയറ്റുമതി, ചെറിയ പങ്കാണ് എന്ന് പറഞ്ഞിട്ട്. 2024 ഏപ്രിൽ ഫെബ്രുവരി കാലത്ത് തുർക്കിക്ക് നമ്മൾ കയറ്റുമതി ചെയ്തത് $5.2 ബില്യൺ ഉൽപ്പന്നങ്ങളാണ്. തുർക്കിയുമായിട്ടുള്ള കച്ചവടം കുറേയും കൂടി അപാരമാണ്. അത് 44,512 കോടിയാണ് നമ്മുടെ കയറ്റുമതി. 44,512 കോടി രൂപയുടെ കയറ്റുമതി. അപ്പോൾ ഇന്ത്യൻ കയറ്റുമതിയുടെ 1.5% അത് വരിക. എന്നാലും 44,000-45,000 കോടി രൂപ ഒട്ടും മോശമല്ല. തുർക്കിയിൽ നിന്ന് ഇറക്കുമതി $2.84 ബില്യൺ ഉൽപ്പന്നങ്ങളായിരുന്നു. അത് 24,310 കോടി രൂപ. അപ്പം കയറ്റുമതി അതിൻ്റെ ഏതാണ്ട് ഇരട്ടിയാണ്. നമുക്ക് ഗുണമുള്ള കച്ചവടം തുർക്കിയുമായിട്ട് നടക്കുന്നുണ്ട് എന്നാണ് അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാകുന്നത്. അത് നമ്മുടെ മൊത്തം ഇറക്കുമതിയുടെ 0.5% മാത്രമാണ്. പക്ഷേ തുർക്കിയുടെ അതും വേണമെങ്കിൽ വേണ്ടെന്ന് വെക്കാവുന്നതാണ്. അപ്പോൾ അസർബൈജാനിലേക്ക് നമ്മൾ കയറ്റി അയക്കുന്നത് പ്രധാനമായിട്ടും പുകയില ഉൽപ്പന്നങ്ങൾ, ചായ, കാപ്പി, ധാന്യങ്ങൾ, രാസവസ്തുക്കൾ, പ്ലാസ്റ്റിക്, റബ്ബർ, പേപ്പർ, സെറാമിക്, കളിമൺ ഉൽപ്പന്നങ്ങൾ. ഇറക്കുമതി ചെയ്യുന്നത് കാലിത്തീറ്റ, എണ്ണ, ക്രൂഡ് ഓയിൽ, പിന്നെ സുഗന്ധ വ്യഞ്ജനങ്ങൾ, ലെതർ, പിന്നെ സുഗന്ധദ്രവ്യങ്ങൾ, ലെതർ, ഇതൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അസർബൈജാനുമായിട്ട്. 2024 ജൂലൈയിൽ ഒരു സംയുക്ത പ്രസ്താവന വന്നിരുന്നു. പാകിസ്ഥാൻ പറഞ്ഞു അലിയേവിനെ, അപ്പോൾ ആ ഷെറീഫില്ലേ, ഷഹബാസ് ഷെറീഫ് പ്രധാനമന്ത്രി പറഞ്ഞു ഞങ്ങളുടെ സഹോദര പ്രസിഡൻ്റാണ് അലിയേവ് എന്ന് പറഞ്ഞിരുന്നു. ബ്രദർ പ്രസിഡന്റ് എന്നാണ് സംയുക്ത പ്രസ്താവനയിൽ വിശേഷിപ്പിച്ചിരുന്നത് പാകിസ്ഥാൻ. അപ്പോൾ പാകിസ്ഥാൻ, തുർക്കി, അസർബൈജാൻ ആ അച്ചുതണ്ടിൻ്റെ ഒരു ഉച്ചകോടി, 3 രാജ്യങ്ങളും തമ്മിലൊരു ഉച്ചകോടി കസാക്കിസ്ഥാനിലെ അസ്താനയിൽ കഴിഞ്ഞ കൊല്ലം ജൂലൈയിൽ നടന്നിരുന്നു. അപ്പോൾ അവർ ഒന്നിച്ച് തൊഴിൽ കൈയിട്ടാണ് നടക്കുന്നത് 3 രാജ്യങ്ങളും. അസർബൈജാന് തുർക്കിയുടെ ഈ പാൻ ഇസ്ലാമിക് രീതികൾ ഇഷ്ടമല്ല. അങ്ങേർക്ക് ഖലീഫ ആകണം തുടങ്ങിയ ആഗ്രഹങ്ങളുണ്ടല്ലോ എർദോഗാന്. അതിന് അസർബൈജാൻ അത്ര പിന്തുണയ്ക്കുന്നില്ല. അർമേനിയ ആയുധ ഇറക്കുമതി അത് നോക്കണമല്ലോ. ഇന്ത്യയിൽ നിന്ന് ആകെ ആയുധ ഇറക്കുമതി എന്ന് പറയുന്നത് 2.5 ബില്യൺ എന്ന് പറയുമ്പോൾ 21,400 കോടി രൂപ. അപ്പോൾ നമ്മുടെ ഒരു 1-ാം നമ്പർ ആയുധ ഇറക്കുമതി രാജ്യമാണ് അർമീനിയ, അസർബൈജാൻ്റെ ശത്രു. അപ്പോൾ ഇപ്പോൾ നടന്ന ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഉണ്ടല്ലോ, അതിനുശേഷം അർമേനിയയുമായിട്ട് പുതിയ ആയുധ കരാർ ഒപ്പുവെച്ചിട്ടുണ്ട്. 1.5 ബില്യൺ ആയുധം അർമീനിയ നമ്മുടെ ഇന്ന് വാങ്ങിക്കും. 12,840 കോടി രൂപ വരും. മോശമല്ല. അപ്പോൾ നമ്മൾ ഈ യുദ്ധങ്ങൾ ആയുധം കച്ചവടത്തിന് നല്ല എന്ന് പറയുമല്ലോ. അപ്പം നമ്മൾ ഒരു കാരണവശാലും അസർബൈജാനും ഈ അർമേനിയൻ തമ്മിൽ വെടി നിർത്തരുത് എന്നാഗ്രഹിക്കേണ്ട അവസ്ഥയുണ്ട്. അവർ തമ്മിൽ യുദ്ധം ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് ഗുണമാണ്. സാർ അത് മാത്രമല്ല, ഇപ്പോൾ നമ്മൾ ഈ വ്യോമ പ്രതിരോധ സംവിധാനം, ഇപ്പോൾ ആകാശ് ഉൾപ്പെടെയുള്ള പ്രതിരോധ സംവിധാനം ഇതൊക്കെ ലോകം കാണുമല്ലേ. അപ്പം ഈ അർമേനിയ നമ്മുടെ ഇന്ന് ബ്രഹ്മോസ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ മേടിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുമ്പോൾ മറ്റ് രാജ്യങ്ങൾ ഇതിലേക്ക് കൂടുതൽ ആകർഷിക്കപ്പെടില്ലേ? ഒരുപാട് രാജ്യങ്ങൾ, ആഫ്രിക്കൻ രാജ്യങ്ങൾ ഒക്കെ
ക്യൂ നിൽക്കുന്നുണ്ട്, ഈ ബ്രഹ്മോസ് തുടങ്ങിയ സംഗതിയൊക്കെ. അപ്പോൾ വലിയ തോതിലൊക്കെ നമ്മളിത് ഉൽപ്പാദിപ്പിക്കേണ്ട ഘട്ടമൊക്കെ വരികയാണ് എന്നുള്ളതാണ് അർത്ഥം. അർമീനിയക്കും വലിയ അഭിമാനമായിരിക്കുമല്ലോ ഈ പാകിസ്ഥാനെ നമ്മൾ തോൽപ്പിച്ചതിൽ. ലോകത്തെ ഏറ്റവും ആഹ്ലാദിക്കുന്ന രാജ്യങ്ങളിലൊന്നായിരിക്കും അർമീനിയ, അല്ലേ? ഒരു ക്രിസ്ത്യൻ രാജ്യം എന്നുള്ള നിലയ്ക്ക് ഈ പാകിസ്ഥാനിട്ട് പണി കൊടുത്തത്, അസർബൈജാനെതിരെ ശത്രുവിനിട്ട്, ശത്രുവിൻ്റെ ശത്രു ആണല്ലോ, ശത്രുവിനെതിരെ പണി കൊടുത്തതിൽ വലിയ സന്തോഷം അർമീനിയക്ക് ഉണ്ടാവും. അപ്പോൾ അർമീനിയക്കും നല്ല ആയുധങ്ങളാണല്ലോ നമ്മൾ വാങ്ങി പ്രയോഗിക്കുന്നത് എന്നുള്ളൊരു തോന്നൽ അർമീനിയക്കും ഉണ്ടാവും. അപ്പോൾ അസർബൈജാനെ നമ്മളെങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ള അധികം ചർച്ച ചെയ്യാത്തതുകൊണ്ടാണ്. തുർക്കിയുടെ ഒരു മച്ചമ്പിയായിട്ട് നടക്കുന്ന രാജ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ബോയ്ക്കോട്ട് അസർബൈജാൻ എന്നുള്ള സംഗതി, ആഹ്വാനം ഇപ്പം മുഴങ്ങി വരുന്നുണ്ട്. അത് നമുക്ക് ചെയ്യേണ്ടി വരും. കാരണം അർമേനിയയും അസർബൈജാനും ശത്രുക്കളായതുകൊണ്ട് നമ്മൾ അർമേനിയൻ പക്ഷത്താണ്. അതുകൊണ്ട് വേണ്ടാന്ന് വെക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അസർബൈജാനെ വേണ്ടാന്ന് വെക്കുകയുള്ളൂ. ആയുധം വാങ്ങിക്കുന്ന അർമേനിയ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.